സഞ്ജുവിൻ്റെ ക്യാബിൻ തുറന്ന് ചെന്നപ്പോൾ കണ്ട കാഴ്ച ചിരിയോടെ അഭി നോക്കി നിന്നു. ലാപ്ടോപ്പ് തുറന്ന് മുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ആൾ ടേബിളിൽ തലവെച്ച് നല്ല ഉറക്കം. മിസ്റ്റർ സഞ്ജീവ് മഹാദേവൻ. അഭിയുടെ വിളിയിൽ സഞ്ജു പേടിയോടെ ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. മുന്നിൽ അഭിയെ കണ്ടതും ആശ്വാസത്തോടെ ചെയറിലിരുന്നു. പുല്ലേ, നീയായിരുന്നോ? ഞാൻ കരുതി അച്ഛനാണെന്ന്. അങ്കിൾ എന്താ ഇപ്പോൾ സഞ്ജു വിളി മാറ്റിയോ? ഓഫീസിൽ നീയും മറ്റു സ്റ്റാഫിനെ പോലെ തന്നെയാണ്, അതുകൊണ്ട് മകൻ എന്ന യാതൊരു കൺസിഡറേഷൻ പ്രതീക്ഷിക്കേണ്ട എന്നാ പറഞ്ഞത്. സ്വന്തം ഓഫീസിൽ ബംഗാളി ആവേണ്ടി വന്ന എൻ്റെ അവസ്ഥ അതൊക്കെ നോക്കിയേ. ഗിരിയെങ്കിൽ എന്തു പാവം, നിന്നോട് അങ്ങനെയൊന്നും അല്ലല്ലോ. ഡാഡി വെറും ബോർഡ് മെമ്പർ, ഞാനല്ലേ സഞ്ജു MD. ഞാൻ സൈൻ ചെയ്യാതെ ഒരു പേപ്പർ പോലും നീങ്ങില്ല. പിന്നെന്തിനാ ഡാഡിയുടെ ജാട കാണിക്കുന്നേ? അങ്കിളിൻ്റെ മട്ടും പാവവും കണ്ട അങ്കിൾ MDയും നീ ബംഗാളിയുമാണെന്ന് തോന്നും. അതൊക്കെ പോട്ടെ, എങ്ങോട്ട് പോയി? ആകെ ഒരു തെളിച്ചം. എന്താ നീ ഫേഷ്യൽ ചെയ്തോ? രാവിലെ നടന്നത് മുഴുവൻ അഭി അവനോട് പറഞ്ഞു. ഒരു ഉമ്മയുടെ തെളിച്ചമാണോ ഈ മുഖത്ത്? ഈശ്വര, ഇനി എന്തൊക്കെ കാണണം. എൻ്റെ സഞ്ജു, ഒരുവിധം ഞാൻ വളച്ചൊടിച്ച് വന്നപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ആമി അത് നിവർത്തി തന്നു. അല്ലേലും നിന്റെ പെങ്ങൾ ഒരു ഉമ്മ വിരോധിയാണെന്ന് എനിക്കറിയാം. ഈ കാര്യത്തിൽ അവളും നീയും കണക്കാ. റൊമാൻസേ വഴിയേ പോയിട്ടില്ല. പക്ഷേ രാഹുൽ, അവനെ വിട്ടത് അത്ര നല്ലതായി എനിക്ക് തോന്നുന്നില്ല അഭി. ഇതിൽ കൂടുതൽ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല സഞ്ജു. പക്ഷേ അഭി, ലക്ഷ്മി പോവില്ല എന്ന് തന്നെയാണ് വിശ്വാസം സഞ്ജു. നീ വരുന്നിടത്ത് വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇറങ്ങുന്നടാ. അത് ചോദിച്ചില്ല, നീ ചുമ്മാ വന്നതാ? വെറുതെ നിന്നെ ഒന്ന് കാണാൻ. എനിക്ക് നിന്റെ തിരുമുഖം കണ്ടില്ലേ ഉറക്കം വരില്ലല്ലോ. എനിക്ക് പിന്നെ ഉറക്കം വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ വൈകിട്ട് വരാം. രാത്രി ഒന്നും വരണ്ട. രാഹുൽ ഇനി മുതൽ വെളിയിലാണ്. അത് ഓർക്കണം സഞ്ജു നീ എപ്പോഴും. നിനക്ക് പേടിയുണ്ടോ അഭി? പേടി എന്നെ ഓർത്തല്ല, നിങ്ങളെയൊക്കെ ഓർത്താ. നീ കേട്ടിട്ടില്ലേ, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അവനറിയാം സഞ്ജു ലക്ഷ്മി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ അവൻ്റെ മനസ്സത് അംഗീകരിക്കുന്നില്ല. അവൻ്റെ സഹോദരിയുടെ ജീവിതം പോയതുപോലെ ലക്ഷ്മിയും ജീവിച്ച് തീർക്കണം, അത്രയേ ഉള്ളൂ. അതിനവൻ എന്തും ചെയ്യും, ചിലപ്പോൾ എന്നെ പോലും. അഭി, പേടിയോടെ സഞ്ജു വിളിച്ചു. നീ പേടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പം ശരി. ഫോണിൽ തെളിഞ്ഞ പേര് കണ്ട് ലക്ഷ്മിക്ക് ഒരു നിമിഷം സന്തോഷവും സങ്കടവും തോന്നി. ഹലോ, വിക്കി അവൾ പറഞ്ഞൊപ്പിച്ചു. ലക്ഷ്മി, ഞാനാ രാഹുൽ. എനിക്ക് മനസ്സിലായി രാഹുൽ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? പരമസുഖം. നിന്റെ കെട്ടിയവൻ്റെ സുഖവാസ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഏതെങ്കിലും ഹോസ്പിറ്റൽ ചെന്നാൽ അറിയാം ഏതൊക്കെ ബോഡി പാർട്സ് നല്ലതാണെന്ന്. അതൊക്കെ പോട്ടെ, എവിടെ അഭിറാം വർമ്മ? അഭിറാം ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി. ഫ്രണ്ട് ആണോ പെണ്ണോ? പെണ്ണാണെങ്കിൽ ഇനി നാളെ നോക്കിയാൽ മതിയാവുമല്ലേ? ഛേ, അഭിറാം അങ്ങനെയുള്ള ഒരാളല്ല. അറിയാത്ത കാര്യം എന്തിനാ നീ വെറുതെ പറയുന്നത്? എന്താണ്, കഴുത്തിൽ കിടക്കുന്നതിനോടുള്ള വിശ്വാസം കൊണ്ടാണോ നിന്നെ വിട്ട് എങ്ങും പോവില്ല എന്ന് പറയുന്നത്? അവനെ നിനക്കറിയില്ല ലക്ഷ്മി. അറിയില്ലായിരുന്നു 3 ദിവസം മുന്നേ. ഇപ്പോൾ നന്നായി അറിയാം അഭിറാം വർമ്മ ആരാണെന്നും എന്താണെന്നും. മതി, എനിക്ക് കേൾക്കണ്ട. നീ ഇന്ന് തന്നെ വീട്ടിൽ തിരിച്ചു വരണം. ചെറിയമ്മയുടെ അടുത്ത് ഞാൻ സംസാരിക്കാം. മതി, അഭിറാം എന്ന വൃത്തികെട്ടവൻ്റെ ഭാര്യ പദവി. അത് കേട്ടതും അവളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് കരഞ്ഞു കലങ്ങിയ അഭിയുടെ മുഖമാണ്. തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ അറിയാതെ ലക്ഷ്മിയുടെ കൈ ചെന്നു. ഫോണും പിടിച്ചെന്ത് പറയണമെന്നറിയാതെ നിന്നു. ഫോൺ കട്ട് ചെയ്ത് രാഹുൽ വീണ്ടും വിളിച്ചു. നീ എന്താ ലക്ഷ്മി ഒന്നും മിണ്ടാത്തെ? രാഹുൽ, ഞാനിപ്പോൾ അഭിറാമിൻ്റെ ഭാര്യയാണ്. എനിക്കിപ്പോൾ പെട്ടെന്ന്. അപ്പോൾ നീ വരില്ല എന്ന്? നിനക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച എന്നെയും എൻ്റെ പെങ്ങളൊക്കെയും നിനക്ക് വലുത് അഭിറാമാണല്ലേ? അതോ പേരിന് ഭാര്യ എന്ന പദവി മാത്രമല്ലാതെ നീ അവൻ്റെ കൂടെ? മതി രാഹുൽ, നിർത്ത്. നിന്നെയും നിന്റെ പെങ്ങളെയും ഓർത്തിട്ട് തന്നെയാണ് അഭിറാമിൻ്റെ മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുത്തത്. അല്ലാതെ അഭിറാമിനെ പോലെ ഒരാളുടെ ഭാര്യ പദവി ഞാൻ സ്വയം ചോദിച്ചു വാങ്ങിയതല്ല. പിന്നെ നീ ഇപ്പോൾ പറഞ്ഞൊരു ബന്ധം ഞങ്ങൾ തമ്മിലില്ല. അത് എൻ്റെ കഴിവല്ല. സ്വന്തം ഭാര്യയാണെങ്കിൽ കൂടി അവളുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ തൊടില്ല എന്ന ആ മനുഷ്യൻ്റെ അറിവും പക്വതയുമാണ്. ഇപ്പം നീ ചോദ്യം ചെയ്തത് എന്നിലെ സ്ത്രീയുടെ ആത്മാഭിമാനമാണ്. ഇനി ഞാനോ അഭിറാമും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായാലും നിനക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ ലോകത്തിൽ എന്നിൽ മറ്റാരേക്കാളും അവകാശം അഭിറാമിനാണ്. അങ്ങനെ അവനെയും നിന്നെയും സുഖമായി ജീവിക്കാൻ ഞാൻ വിടില്ല. എങ്കിലോ എന്നെ പ്രേമിച്ചു പറ്റിച്ചിട്ട് ഒത്തിരി കാലം നീ അഭിറാമിൻ്റെ ഭാര്യയായി ജീവിക്കില്ല.
ഒന്നെങ്കിൽ നീ, അല്ലെങ്കിൽ അവൻ. ആരെങ്കിലും ഒരാളുടെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും. ഫോൺ കട്ടായതും ഒരുതരം അരവിപ്പോടെ ലക്ഷ്മി ബെഡിൽ തരിച്ചിരുന്നു. രാഹുൽ എന്തൊക്കെയാണ് ഇപ്പോൾ തന്നോട് പറഞ്ഞത്? തന്നെ നഷ്ടപ്പെട്ട സങ്കടം കൊണ്ടാണെങ്കിലും പറഞ്ഞു ഓരോ വാക്കും വെറും വാക്കായി തോന്നിയില്ല. മുൻപ് ഇത്ര ധൈര്യം അവനുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ലായിരുന്നു. അന്നില്ലാത്ത ധൈര്യം ഇപ്പോൾ എവിടെ നിന്നാണ്? ഓരോന്ന് ആലോചിച്ച് ലക്ഷ്മി ബെഡിൽ തറഞ്ഞിരുന്നു. രാഹുലിൻ്റെ കയ്യിലെ ഫോൺ നിലത്ത് വീണ് ചിതറുന്നത് കണ്ട് സൂര്യ അങ്ങോട്ട് വന്നു. എന്താ രാഹുൽ, എന്തു പറ്റി? സൂര്യ, 6 വർഷം എൻ്റെ സ്നേഹം സത്യമെന്ന് കരുതിയ ലക്ഷ്മി എന്നെ സ്നേഹിച്ചു. ഇപ്പോൾ വെറും 3 ദിവസം കൊണ്ട് അഭിരാമിന് വേണ്ടി അവൾ എന്നെ തള്ളി പറഞ്ഞു. എന്തുകൊണ്ടാവും സൂര്യ അത്? എന്താവും ഞാനോ അഭിരാമും തമ്മിലെ വ്യത്യാസം? ഒറ്റ വ്യത്യാസം രാഹുൽ. എന്തെന്നറിയാൻ രാഹുൽ സൂര്യയുടെ മുഖത്തേക്ക് നോക്കി. രാഹുൽ, നീ ലക്ഷ്മിയോട് സ്നേഹം അഭിനയിക്കുന്നു. അഭിരാം അവളെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്നു. അതുതന്നെ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അവളിലെ പെണ്ണിന് നിന്റെ കപട സ്നേഹം മുന്നേ മനസ്സിലാക്കാൻ പറ്റാത്തത് അഭിരാമിനെ പോലെ ഒരാൾ നിങ്ങളുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടാ, അല്ലാതെ നിന്റെ കഴിവ് കൊണ്ടല്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചു സൂര്യ, അവളെ കൊല്ലണമെന്ന്. എനിക്കില്ലായിരുന്നു. പക്ഷേ ഇനി ഞാൻ അത് ചെയ്തില്ല എങ്കിൽ ലക്ഷ്മി അഭിരാമിൻ്റെ ഭാര്യയായി, പിന്നെ അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി, അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല സൂര്യ. എൻ്റെ പെങ്ങൾക്ക് കിട്ടാത്തൊരു സൗഭാഗ്യവും അവൾക്കും വേണ്ട. എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ രാഹുലിൻ്റെ മുഖം വന്യമായി തിളങ്ങി. ഉള്ളിൽ തികട്ടി വന്ന സങ്കടങ്ങൾ കണ്ണീരായി ലക്ഷ്മിയുടെ ഉള്ളിൽ നിന്ന് പെയ്തിറങ്ങി. ഇത്ര കാലം ഒപ്പം ഉണ്ടായിട്ടും വെറും 3 ദിവസം താൻ അഭിരാമിനൊപ്പം താമസിച്ചപ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ള ബന്ധത്തെ രാഹുൽ തെറ്റിദ്ധരിച്ചു. എന്നാൽ അഭിരാം നീ 3 ദിവസത്തിനിടയിൽ തങ്ങളുടെ ബന്ധത്തെ ചോദ്യം ചെയ്തിട്ടില്ല. ഇപ്പം തനിക്ക് ഏറ്റവും പരിചിതമായ ഗന്ധം തിരിച്ചറിഞ്ഞു. അവൾ തൻ്റെ തല ഉയർത്തി നോക്കി. എന്തു പറ്റി സ്വീറ്റ് ഹാർട്ട്, എന്തിനാ കരഞ്ഞത്? തൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്ന അബിയെ അവൾ അലിവോടെ നോക്കി. അത് അഭിരാം, ഞാൻ എന്തെങ്കിലും വയ്യേ? പനിയുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? പേടിയോടെ തൻ്റെ തലയിൽ കൈവച്ച് നോക്കി അബിയെ ലക്ഷ്മി സങ്കടത്തിൽ നോക്കി. ഇല്ല, എനിക്കൊന്നുമില്ല അഭിരാം. പിന്നെ എന്തു പറ്റി? രാഹുൽ വിളിച്ചോ? തൻ്റെ മനസ്സു മനസ്സിലാക്കിയ പോലെയുള്ള ആ ചോദ്യത്തിന് മറുപടിയായി അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അവൻ്റെ കൈത്തണ്ടിലേക്ക് അവളുടെ കണ്ണുനീരിട്ട് വീണു. എന്താ ലക്ഷ്മി, എന്തു പറ്റി? എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അത് അഭിരാം, രാഹുൽ വിളിച്ചപ്പോൾ. എന്തു പറ്റി? ഞാൻ അവനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. അതാണെങ്കിൽ എനിക്ക് നിന്നോട് കള്ളം പറയാൻ പറ്റില്ല. അവൻ ചെയ്തതിന് ഒരു ശിക്ഷ, അത്രയേ ഉള്ളൂ. അവൻ ചെയ്തത് വെച്ച് നോക്കിയ എൻ്റെ പഴയ സ്വഭാവമായിരുന്നുവെങ്കിൽ അവൻ്റെ നെഞ്ചത്ത് ഞാൻ റീത്ത് വെച്ചേനെ. അഭിരാം പ്ലീസ്, നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ നേരത്തെയുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നല്ല ക്ഷമാശീലനാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിനക്കാണ്. നിന്റെ വാക്കുകൾക്ക് മുന്നിൽ തോറ്റു നിന്നതുപോലെ വേറൊരാളുടെയും മുന്നിൽ ഞാൻ ഇത്ര ക്ഷമ കാണിച്ചിട്ടില്ല. അതൊക്കെ പോട്ടെ, ഫുഡ് കഴിച്ചോ? എനിക്ക് വേണ്ട, വിശപ്പില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. നീ കഴിച്ചില്ലേ ഞാനും കഴിക്കില്ല. എനിക്ക് വേണ്ട അഭിരാം, വിശപ്പില്ല, പ്ലീസ്. ഇതെന്താ അഭിയേട്ടാ, കല്യാണം കഴിഞ്ഞ പ്രപ്പോസ് ചെയ്യുന്നേ? ആമിയുടെ സൗണ്ട് കേട്ട് അഭി നിവർന്നു നിന്നു. എൻ്റെ പൊന്നാമി, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇത്ര നേരം പഠിച്ചു, ഇപ്പോൾ ഒരു ബ്രേക്കിന് ഇറങ്ങിയതാണ്. നിനക്ക് എങ്ങനെ സാധിക്കുന്നു നല്ല കറക്റ്റ് സമയത്ത് ഇങ്ങനെ മാസായി എൻട്രി ചെയ്യാൻ? എൻ്റെ എൻട്രി അവിടെ നിൽക്കട്ടെ, ചേച്ചി എന്തിനാ കരയുന്നത്? സത്യം പറഞ്ഞോ? എന്തു പറ്റി ചേച്ചി? അഭിയേട്ടൻ വഴക്ക് പറഞ്ഞോ അതോ അടിച്ചോ? അമ്മേ ഇങ്ങോട്ട് വായോ, അഭിയേട്ടൻ ചേച്ചിയെ അടിച്ചു. എൻ്റെ അമ്മി, നീ ചുമ്മാ ഓരോന്ന് പറയല്ലേ. അമ്മ ഇങ്ങ് ഓടി വരും. ലക്ഷ്മി അവളുടെ അച്ഛനെ പറ്റി ഓർത്ത് കരഞ്ഞതാ. ആണോ? സോറി അഭിയേട്ടാ, ഞാൻ കരുതി ആ പഴയ കലിപ്പൻ കൂറ സ്വഭാവം വെളിയിൽ വന്നു എന്ന്. ഞാനോ ദേഷ്യപ്പെടാനോ? നിനക്കറിയുമോ ആമി, ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെയാണ് വളർത്തുന്നത്. എൻ്റെ അഭിയേട്ട, അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കുവോ? ഇവളെ ഞാൻ കേട്ടോ ചേച്ചി, ഈ അഭിയേട്ടനുണ്ടല്ലോ ദേഷ്യം വന്ന എന്താ ചെയ്യുന്നതെന്ന്. ചെറുതായിരുന്നപ്പോൾ കൈ ചുരുട്ടി ഭിത്തിയിലിടിക്കും. ഇപ്പോൾ പാവം ജിമ്മിലെ പഞ്ചിങ് ബാങ്കിനെ പണി. ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോ ഡാഡി അങ്ങ് നോ പറഞ്ഞു. പിന്നെ പറയണോ, പാവം പഞ്ചിങ് ബാഗ്. അതിൻ്റെ കഷ്ടകാലം ഞാനും അമ്മയും ചെന്ന് നോക്കുമ്പോൾ കൈ മുഴുവൻ ചോര ഒലിപ്പിച്ചിരിപ്പുണ്ട്. അതല്ല അഭിയേട്ടാ, ഈ ബോഡിയിൽ ഇതിനു മാത്രം ബ്ലഡ് എവിടുന്ന? എനിക്കത് മനസ്സിലാവുന്നില്ല. ആമി, ഒരു കത്തിയെടുത്ത് തന്നെ ഒറ്റ കുത്തിന് കൊന്നു തരുമോ? ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ. അയ്യോ, കൊല്ലാനോ? എൻ്റെ കുബേർ കുഞ്ചിയാ.
പിന്നെ പോക്കറ്റ് മണിക്ക് ഞാൻ എവിടെ പോവും? നിനക്ക് വേണേലേ ഞാൻ പോക്കറ്റ് മണി കൂട്ടിത്തരാം. നീ ഒന്ന് നിന്റെ നാക്കിന് റെസ്റ്റ് കൊടുക്ക്. എത്ര കൂട്ടിത്തരും? ഇപ്പം തരുന്നതിൻ്റെ ഡബിൾ തരുമോ? ഇപ്പം തരുന്നത് തന്നെ കൂടുതലാണ്. ഇനി അതിലും ഡബിൾ നടക്കില്ല. ഡീല് ഓക്കെ അല്ല? അല്ല കേട്ടോ ചേച്ചി, അഭിയേട്ടനുണ്ടല്ലോ. എന്തെവിടെ പരിപാടി? സഞ്ജുവിൻ്റെ സൗണ്ട് കേട്ട് 3 പേരും അങ്ങോട്ട് നോക്കി. അയ്യോ, എന്താ ലക്ഷ്മി കരയുന്നേ? എന്തു പറ്റി? എന്തു പറ്റിയിടാ അഭി? അതോ ആമിയുടെ സങ്കടം കേട്ടപ്പോൾ ലക്ഷ്മി കരഞ്ഞു പോയതാ. അത്ര സങ്കടം എന്താ ആമിക്ക്? എന്താ ആമി എന്നോട് പറയാത്തേ? എൻ്റെ സഞ്ജു, നിന്നെ പറ്റിയാണ് അവൾക്ക് സങ്കടം. പാവം. എന്നെ പറ്റി എന്തിന്? അതോ നീ ഇന്ന് ഓഫീസിൽ പോയി തുടങ്ങിയ പിന്നെ വലിയ ബിസിയാണ്. പിന്നെ അവളോട് പഴയ സ്നേഹമില്ല. പിന്നെ നിൻ്റെ ഒരു PA ഉണ്ടല്ലോ, എന്താ കുട്ടിയുടെ പേര്? ആ, അനുപമ. അനുപമ. അതിനെ കണ്ടതുകൊണ്ട് അവളെ വേണ്ടെന്ന്. ആമയുടെ സങ്കടം കണ്ടപ്പോൾ പാവം ലക്ഷ്മി കരഞ്ഞുപോയി. ഓഹോ, അപ്പം നിനക്ക് എന്നെ സംശയമാണല്ലേ ആമി? സഞ്ജു ഏട്ടാ, അഭിയേട്ടൻ ചുമ്മാ പറയുന്നതാ, ഞാൻ അറിഞ്ഞുപോലും ഇല്ല. നീ ഒന്നും പറയണ്ട. കാണുമ്പോൾ നിന്റെ അടിയും ഇടിയും ഞാൻ കൊള്ളുകയും വേണം. എന്നിട്ടിപ്പോൾ എന്നെ സംശയവും. മതിയായി എനിക്ക്. ഞാൻ പോകുക. അഭി, നിന്നെ വിളിച്ചോളാം. അയ്യോ സഞ്ജു ഏട്ടാ, പോകല്ലേ. ഈ അഭിയേട്ടൻ ചുമ്മാ പറഞ്ഞതാ. ചേട്ടൻ കാല പോയിട്ട് വന്നിട്ടേ ഇതിനുള്ള പണി തരാം. തന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയ ആമിയുടെ മുഖം കണ്ട് അഭി ചിരിച്ചു പോയി. എന്തിനാ അഭിര അങ്ങനെ പറഞ്ഞത്? സഞ്ജീവ് അത് സീരിയസ് ആക്കിയെന്ന് തോന്നുന്നു. എവിടുന്ന്? അത് ആമി സോൾവ് ആക്കും. നീ എണീറ്റ് മുഖം കഴുക്. അമ്മ കണ്ടാ പിന്നെ അത് മതി. മനസ്സിൻ്റെ വേദനയിലും പുഞ്ചിരിച്ചുകൊണ്ട് ലക്ഷ്മി വാഷ്റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം കുറച്ച് ഫയലും കയ്യിൽ പിടിച്ചു വീട്ടിൽ നിന്ന് വേഷത്തിൽ പുറത്തേക്ക് പോയ അഭിയെ കണ്ട് ലക്ഷ്മി ചിരിച്ചു. ഇതെന്താ അഭിറാം, തിരക്കിനിടയിൽ ഡ്രസ്സ് മാറാൻ മറന്നു? ഇങ്ങനെയാണോ ഓഫീസിൽ പോകുന്നത്? ഡാഡിയുടെ റൂമിൽ പോവാൻ ഇത്രയും ഗെറ്റപ്പ് പോരെ? ഇന്ന് ഉച്ചവരെ ബിസിയാവും. കുറച്ച് പേപ്പർ വർക്കുണ്ട്. അപ്പോൾ ശരി സ്വീറ്റ് ഹാർട്ട്, ഇത്തിരി ബിസിയാണേ. റൂമിൽ കയറിയപ്പോൾ അഭിയുടെ ഫോൺ ബെല്ല് കേട്ട് അവൾ എടുത്തു നോക്കി. സഞ്ജു കോളിംഗ്. അതുപോലെ തന്നെ ഫോൺ ലക്ഷ്മി താഴെ വെച്ചു. പിന്നെയും ബെൽ നോക്കിയപ്പോൾ വീണ്ടും സഞ്ജു. ഹലോ, എവിടെടാ നീ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. ഒരുത്തൻ കാലിനെ പോലെ പുറകിലുണ്ട്. അവനെ വിളിച്ചാലും എടുക്കില്ല, മനുഷ്യനെ പേടിപ്പിക്കാൻ. ഹലോ സഞ്ജീവ്, അഭിറാം ഇവിടെ ഇല്ല. ഓ സോറി ലക്ഷ്മി, ഞാൻ അവനാണെന്ന് കരുതി. എവിടെയാ അവൻ? ഫോൺ എടുക്കാതെ ഓഫീസിൽ പോയോ? അഭിറാം ഗിരിധർ സാറിൻ്റെ മുറിയിൽ കൊടുക്കണോ? അയ്യോ വേണ്ട, കൊടുത്ത താനും പിന്നെ ഞാനും അവനും നല്ലത് കേൾക്കും. എന്തിനാ വെറുതെ? പറഞ്ഞാൽ മതി എന്നെ ഒന്ന് വിളിക്കാൻ. ശരി സഞ്ജീവ്. ഫോൺ കട്ടായി അവളുടെ മുഖം വാൾപേപ്പർ തെളിഞ്ഞു. എന്താണ് ഭർത്താവിൻ്റെ സീക്രട്ട് പിടിക്കുക? ചോദ്യം കേട്ട് ലക്ഷ്മി നോക്കി. ആമിയാണ്. അത്ര വലിയ സീക്രട്ടൊന്നും എൻ്റെ ചേട്ടനില്ല. അയ്യോ ആമി, ഞാൻ സഞ്ജീവ് വിളിച്ചപ്പോൾ. സഞ്ജു ഏട്ടൻ വിളിച്ചോ? എന്നോട് പിണക്കമാണ്, അത് പറയാനാണ് ഞാൻ വന്നത്. അഭിയേട്ടനൊപ്പിച്ച പണിയാ, ഒന്ന് സോൾവ് ചെയ്യാൻ പറയാം. എങ്കിൽ നടക്കട്ടെ. ഫോൺ തപ്പിക്കോ. അതിന് ഇത് പാസ്വേഡ് അല്ലേ? ഏട്ടൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് അറിയില്ലേ? ചേച്ചിയുടെ പേര് തന്നെ. ഫോൺ മാത്രമല്ല, FB, ഇൻസ്റ്റാൾ, ലാപ്പ്. എന്തിന്? കുറച്ച് കഴിയുമ്പോൾ കമ്പനി പേര് വരെ അഭിയേട്ടൻ വേണിൽ ചേച്ചിയുടെ പേരാക്കും. അങ്ങനെ ഒരു പ്രേമഭ്രാന്തൻ. ഞാൻ പോട്ടെ, സഞ്ജു ഏട്ടനെ ഒന്ന് വിളിക്കണം. അഭിയുടെ ഫോൺ കയ്യിൽ പിടിച്ച് ലക്ഷ്മി നിന്നു. ഫോൺ ഓപ്പൺ ആക്കണോ? വാൾപേപ്പർ തന്നെ ഞാൻ അറിയാതെ എടുത്തതാണ്. അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാലോ. തൻ്റെ പേരടിച്ച് ഫോൺ ഓപ്പൺ ആക്കി. ഹോം സ്ക്രീനിൽ അവളുടെ ഫോട്ടോ തന്നെ. ഗാലറി പിന്നെ പറയണ്ട, മുഴുവൻ അവളത്. കൂടുതലും അറിയാതെ എടുത്തത്. കൊള്ളാലോ അഭിറാം വർമ്മ, എൻ്റെ പുറകെ നടപ്പ് തന്നെ ഇങ്ങേർക്ക് പണി. ഓരോ ഫോട്ടോ നോക്കിവിട്ട കൂട്ടത്തിൽ ഒരു വീഡിയോ അവളുടെ കണ്ണിലുടക്കി. അത് പ്ലേ ചെയ്തതും അവളുടെ ശരീരത്തിൽ ഒരു തളർച്ച അനുഭവപ്പെട്ടു. കണ്ട കാഴ്ചയിൽ തളർന്നു താഴെ പോവാതിരിക്കാൻ അവൾ ബെഡിലിരുന്നു. കണ്ടത് വിശ്വസിക്കാനാവാതെ ലക്ഷ്മി അത് ഒന്നുകൂടെ നോക്കി. രാഹുൽ തന്നോട് നേരിട്ടെന്നെ കൊല്ലുമെന്ന് പറഞ്ഞ സൂര്യയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു. എന്താ അവൻ അവളോട് പറഞ്ഞത്? തന്നെ കൊല്ലാൻ ആക്സിഡൻറ്റ് പ്ലാൻ ചെയ്തു എന്നോ? കണ്ടതും കേട്ടതും വിശ്വസിക്കാനാവാതെ വല്ലാത്തൊരവസ്ഥയിൽ ലക്ഷ്മി ഇരുന്നു. കണ്ണീര് മഴ പോലെ പെയ്തിറങ്ങി. മനസ്സാണെങ്കിൽ കടൽ പോലെ ഇരമ്പുന്നു. ഗ്യാലറിയിൽ നിന്നും പുറത്തു വന്ന് ഫോൺ പഴയതുപോലെ ടേബിളിൽ വെച്ചു. അഭിയേട്ട പ്ലീസ്, ഒന്ന് സഞ്ജു ഏട്ടനെ വിളിച്ചു പറ, ചുമ്മാ പറഞ്ഞതാണെന്ന്. സൗണ്ട് കേട്ട് അവൾ തല ഉയർത്തി നോക്കി. ആമി അഭിയുടെ പുറകെ സഞ്ജുവിനെ വിളിക്കാൻ പുറകെ നടക്കുന്നു. എൻ്റെ ആമി, നീ ഒന്ന് അടങ്ങ്, ഞാൻ ഫോൺ എടുക്കട്ടെ. അപ്പോൾ വിളിച്ചിട്ട് എന്നെ വിളിക്കാൻ പറയാം. നീ എൻ്റെ തലയ്ക്ക് കുറച്ച് സ്വസ്ഥത.
ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് അതിൽ നോക്കി നിന്ന അഭിയലക്ഷ്മി ആദ്യമായി കാണുന്ന പോലെ നോക്കി. അപ്പോഴും ഏറ്റവും വലിയ വിശ്വസ്തന്റെ ചതിയിൽ നേറി അനുസരണയില്ലാതെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിറങ്ങി.